നമസ്കാരം, എല്ലാവർക്കും നോട്ട് ഫോർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഡെയിലി PYQ ചലഞ്ചിൻ്റെ 29ാമത്തെയാണ്. നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടിയാണ് നോക്കാനുള്ളത്. അത് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2025 10th പ്രിലിംസിന് നടന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അതാണ് നമ്മൾ ഇന്നും നാളെയുമായിട്ട് നോക്കി തീർക്കാൻ പോകുന്നത്. ഇതോടുകൂടി നമ്മളുടെ PYQ ചലഞ്ച് അവസാനിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് തീരേണ്ടതായിരുന്നു, പക്ഷേ ഒരു ദിവസം ക്ലാസ് മിസ്സായതുകൊണ്ടാണ് നാളത്തേക്ക് ആയത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കോഡ് 17/2025 ഇതിലെ ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനത്തെ പരാമർശിക്കുന്നു. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതെന്താണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അങ്ങനെ 3 ലിസ്റ്റുകളിൽ ഇതിനെക്കുറിച്ചിട്ടാണ് 7ാം പട്ടികയിൽ പറയുന്നത്. യൂണിയൻ ലിസ്റ്റിന് എന്തൊക്കെയാണ് ഉദാഹരണം? പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ, ബാങ്കിങ്, കറൻസി, ഇതൊക്കെ യൂണിയൻ ലിസ്റ്റിന് ഉദാഹരണമാണ്. സ്റ്റേറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? പോലീസ്, പൊതുജനാരോഗ്യം, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ പ്രാദേശിക പ്രാധാന്യമുള്ള വിഷയങ്ങളെല്ലാം സ്റ്റേറ്റ് ലിസ്റ്റിലായിരിക്കും. ഇനി കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെൻറ്റിനും സംസ്ഥാന നിയമസഭകൾക്കും നിയമം നിർമ്മിക്കാം. അതിന് വരുന്ന ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, വൈദ്യുതി, വിവാഹം, ഇതൊക്കെ കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു 7ാം പട്ടികയിൽ പറയുന്നത്. എന്തിനെക്കുറിച്ചിട്ടാണെന്ന് മനസ്സിലായില്ലേ? 7ാം പട്ടികയിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഈ 3 ലിസ്റ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അടുത്തത്, ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലത് ചുവടെ നൽകിയിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിന് ഉത്തരം ഞാൻ പറയട്ടെ. ഉത്തരം വരുന്നത് എല്ലാം ശരിയാണെന്നുള്ള ഓപ്ഷനാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ളത്. നമുക്കിത് വായിക്കാം. ഒന്നാമത്തത്, കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറെ സംബന്ധിച്ച് ഈ 4 പ്രസ്താവനകളും ശരിയാണ്. അടുത്തത്, കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ ശരിയായ ജോഡി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേതാണ് ശരിയായിട്ടുള്ള ജോഡി? കേരള നടനം ആരുമായിട്ടാണ്? കേരള നടനം ഗുരു ഗോപിനാഥുമായിട്ടാണ്. ഗുരു ഗോപിനാഥ് കഥകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സാധാരണക്കാർക്ക് ആസ്വദിക്കാനായിട്ട് ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപമാണ് കേരള നടനം. 2 വരും. ഗുരു ഗോപിനാഥാണ്. യക്ഷഗാനം ആരാണ്? പാർത്തി സുബ്ബൻ. യക്ഷഗാനം പാർത്തി സുബ്ബനാണ്. ചവിട്ട് നാടകം ചിന്നത്തമ്പിപ്പിള്ള. പോർച്ചുഗീസ് സ്വാധീനത്തിൽ കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക സമുദായത്തിനിടയിൽ രൂപം കണ്ട ഒരു കലാരൂപമാണിത്. ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ഉദയംപേരൂർ സ്വദേശിയായ ചിന്നത്തമ്പി അണ്ണാവിയാണ്. അത് കൂടിയാട്ടം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യാർ. ഗുരുമണി മാധവ ചാക്യാർ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 2 2 4 3 1 4 3. അടുത്തത്, ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ലിഗ്നോസാറ്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത്. ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. 5ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത്. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്ത ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിൻ്റെ എംബസികളും ഹൈക്കമ്മീഷനുകളും. ഇന്ത്യയുടെ അകത്തുള്ള മറ്റു രാജ്യങ്ങളുടെ എംബസികളും
ഹൈക്കമ്മീഷനുകളും ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നില്ല. ബാക്കി നോക്കിക്കോ, ഏതൊക്കെയാണ് ബാക്കി വരുന്നത്? കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ് ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ, വ്യോമ അതിർത്തി, ജല അതിർത്തി, മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ, ഇതൊക്കെല്ലാം ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നതാണ്. ചോദ്യം ക്ലിയർ ആയല്ലോ. അടുത്തത്, ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഏതാണ്? നമ്മൾ ഈ ഒരു ചോദ്യം തന്നെ വേറൊരു ഇതിലും കണ്ടിട്ടുണ്ട്. സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ച കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ച കേരളത്തിലെ നഗരം ഏതെന്ന് നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്ത ചോദ്യമാണിത്. ഏതാണ് ആ നഗരം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കോഴിക്കോടാണ്. ഇപ്പോൾ യുനെസ്കോയുടെ ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യത്തെ നഗരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കോഴിക്കോടാണ്. 7ാമത്തെ ചോദ്യം, തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ്, സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് തിരികെ സ്കൂളിലേക്ക്. കുടുംബശ്രീയിലെ 46 ലക്ഷത്തോളം വരുന്ന അയൽക്കൂട്ട അംഗങ്ങളെ വീണ്ടും ക്ലാസ് മുറികളിൽ എത്തിച്ച് പുതിയ കാലത്തിൻ്റെ അറിവുകൾ നൽകുക എന്നതായിരുന്നു ഈ ഒരു ശാക്തീകരണ ക്യാമ്പയിൻ്റെ ലക്ഷ്യം. അടുത്തത്, 8ാമത്തെ ചോദ്യം, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരിച്ചറിയുക. 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം പറയട്ടെ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം ശരിയാണ്. 2 എന്താണ്? താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. 3ാമത്തെ എന്താണ്? ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു. അതാണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഉചിതമായ പ്രസ്താവന. ഈ ഗിഗ് എക്കോണമി എന്ന് പറയുന്നത് സ്ഥിരം ജോലികൾക്ക് പകരം ചെറിയ താൽക്കാലിക ജോലികൾ ചെയ്യുന്ന ഒരു തൊഴിൽ സംവിധാനമാണ് ജിഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന 2ഉം 3ഉം മാത്രമാണ്. 9ാമത്തേത്, രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഗണതന്ത്ര മണ്ഡപം. ഗണതന്ത്ര മണ്ഡപം എന്നത് എന്തിൻ്റെ പുതിയ പേരാണ്? ഗണതന്ത്ര മണ്ഡപം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം. ഓർത്തു വെച്ചോളൂ. 10ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 11, സിന്ധു നദിയുടെ പോഷക നദികളിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏതാണ്? സിന്ധു നദിയുടെ പോഷക നദികളിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഈ 5 നദികളാണ് സിന്ധു നദിയുടെ പോഷക നദികൾ. ഏതൊക്കെയാണ്? ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇതാണ് സിന്ധു നദിയുടെ 5 പോഷക നദികൾ. ഇനി സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ചിനാബാണ് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി. പിന്നെ ബിയാസിൻ്റെ പ്രത്യേകത, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദിയാണ് ബിയാസ്. ഇത് 2 ഓർത്ത് വെച്ചോളുക. അപ്പോൾ സിന്ധു നദീജല കരാർ പ്രകാരം സിന്ധുവിൻ്റെ 5 പോഷക നദികളിൽ സത്ലജും ബിയാസും രവിയും ഇത് കിഴക്കൻ നദികളാണ്. ഈ കിഴക്കൻ നദികളുടെ ഈ നിയന്ത്രണം നമുക്ക് ഇന്ത്യക്കാണ്. അതുപോലെ പടിഞ്ഞാറൻ നദികളായ സിന്ധു, ജലം, ചിനാബ് എന്നിവയുടെ നിയന്ത്രണം പാകിസ്ഥാനുമാണ്. അപ്പം അതുകൂടി ഒന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഓർത്ത് വെച്ചോളൂ. 12, ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം ഏതാണ്? ഓപ്ഷൻ സി ആണ്, നവംബർ മധ്യം. നവംബർ മധ്യത്തോടെയാണ് റാബി വിളയുടെ വിളയിറക്കൽ കാലം. ഏത് 3 കാർഷിക കാലങ്ങളാണ് ഇന്ത്യക്കുള്ളത്? ഖാരിഫ്, റാബി, സൈദ്. അറിയാം അല്ലേ? റാബി എന്ന് പറയുന്നത് ശൈത്യകാല വിളയാണ്. വിളയിറക്കൽ എന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിലാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് എന്ത് പറയാം? നവംബർ മധ്യം എന്ന് പറയാം അല്ലേ? ഒക്ടോബർ ഡിസംബർ വരുമ്പോഴേക്കും നവംബർ മധ്യം എന്ന് പറയാം. പിന്നെ വിളവെടുപ്പ് എപ്പോഴാണ്? ഏപ്രിൽ ജൂൺ സമയത്താണ്. അപ്പോൾ റാബി വിളയ്ക്ക് ഉദാഹരണം, നമുക്ക് ഉദാഹരണം പറഞ്ഞു പോകാം. റാബി വിളയ്ക്ക് ഉദാഹരണം എന്താണ്? ഗോതമ്പ്, ബാർലി, കടല, കടുക്. ഇതൊക്കെ റാബി വിളയ്ക്ക് ഉദാഹരണമാണ്. പിന്നെ
ഖാരിഫ് വിള എന്ന് പറയുന്നത് ഒരു മൺസൂൺ കാല വിളയാണ് ഖാരിഫ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം ഏതൊക്കെയാണ്? നെല്ല്, ചോളം, പരുത്തി, ബജ്റ, ഇതൊക്കെ ഖാരിഫ് വിളയാണ്. ഏതൊക്കെയാണ്? നെല്ല്, ചോളം, പരുത്തി, ബജ്റ, ഇതൊക്കെ ഖാരിഫ് ആണ്. ഇനി സൈദ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സൈദ് എന്ന് പറയുന്നത് പച്ചക്കറികളും ഫലങ്ങളുമാണ്, പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ്. തണ്ണിമത്തൻ, വെള്ളരി, സൈദ് വിളകളാണ്. അടുത്തത് 13ാമത്തെ ചോദ്യമാണ്. കോട്ടോണോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഇന്ത്യൻ നഗരം. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുംബൈ ആണ് കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം. പരുത്തി തുണി വ്യവസായത്തിന്റെ കേന്ദ്രം എന്ന നിലയിലാണ് മുംബൈ നഗരം കോട്ടോണോപോളിസ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. 14ാമത്തെ ചോദ്യം. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല. ഇപ്പോൾ ജർമ്മനിയുടെ സാമ്പത്തിക സഹായത്തോടെയാണ്, വർഷം തന്നിട്ടുണ്ട് 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. റൂർക്കേല ഇരുമ്പുരുക്ക് ശാലയാണ് ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിതമായത്. ബിലായും ബൊക്കാറോയും ഏതിൻ്റെയാണ്? നമ്മൾ പല ക്ലാസ്സുകളിൽ പറയുന്നതാണ്. ബിലായും ബൊക്കാറോയും സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ സ്ഥാപിതമായ ഇരുമ്പുരുക്ക് ശാലയാണ്. ദുർഗാപൂര് ബ്രിട്ടന്റെ സഹായത്തോടെയാണ്. ദുർഗാപൂര് ബ്രിട്ടൻ, ബിലായി ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, ജർമ്മനി റൂർക്കേല. ഓക്കെ അല്ലേ? ജർമ്മനി റൂർക്കേല. 15 ഇന്ത്യയുടെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ എന്ന പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ എന്ന പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ നഗരങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. 16 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? ഓപ്ഷൻ എ ആണ്, തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. 17 ഡോക്ടർ ടി.എസ്. കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? ഡോക്ടർ ടി.എസ്. കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. 18 കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? ഓപ്ഷൻ ബി ആണ്, പറവൂർ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്. അപ്പോൾ പറവൂർ മണ്ഡലവുമായിട്ട് വേറൊരു കാര്യം ഓർത്താൽ എന്താ പറയുക, ഇപ്പോഴത്തെ നമ്മുടെ കേരള മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ ഏത് മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ്? പറവൂർ മണ്ഡലമാണ്. 19 തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നതിൽ ഏതാണ്? തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ലിഗ്നൈറ്റ് ആണ്. ലിഗ്നൈറ്റ് ആണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി. 20 സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിലെ തെറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് നോക്കാം, ഇതിലേതായിരിക്കും തെറ്റായിട്ടുള്ളത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, കുമാരഗുരുദേവൻ സമത്വ സമാജം എന്നത് തെറ്റാണ്. സമത്വ സമാജം ആരുടെയാണ്? വൈകുണ്ഠസ്വാമികളുടെയാണ് അല്ലേ? വൈകുണ്ഠസ്വാമികളുടെയാണ് സമത്വ സമാജം. അപ്പോൾ ശരിയായിട്ടുള്ളത് നമുക്ക് പഠിക്കാം. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം. വാഗ്ഭടാനന്ദൻ രൂപം നൽകിയതാണ് ആത്മവിദ്യാസംഘം. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെയാണ് യോഗക്ഷേമ സഭ. വി.ടി. ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ എന്താണ്? അരയ സമാജം. അരയ സമാജം പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ. സമത്വ സമാജം ആരാണ്? സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ അല്ലേ? ഇനി കുമാരഗുരുദേവൻ എന്താണ് സ്ഥാപിച്ചത്? കുമാരഗുരുദേവൻ സ്ഥാപിച്ചത് പ്രത്യക്ഷ രക്ഷാ ദേവസഭയാണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭയാണ്
കുമാരഗുരുദേവൻ സ്ഥാപിച്ചത്? അത് ക്ലിയർ ആയല്ലോ. അടുത്തത്, ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആരാണ്? ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടതയായിട്ട് 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആരാണ്? ഓപ്ഷൻ ഡി ആണ് ആനി ബെസന്റ് അല്ലെ. ആനി ബെസന്റ് ആണ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത. അപ്പോൾ ആനി ബെസന്റുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലോട്ട് വരുന്നത്? 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ആരുടെ കൂടെ? ബാലഗംഗാധര തിലകിനോടൊപ്പം ചേർന്ന് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബെസന്റ് ആണ്. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1917 കൊൽക്കത്ത സമ്മേളനത്തിൽ അധ്യക്ഷയായത് ആനി ബെസന്റ് ആണ്. പിന്നെ INC യുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബെസന്റ് ആണ്. നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആനി ബെസന്റിന്റെ പത്രങ്ങൾ എന്തൊക്കെയാണ്? ന്യൂ ഇന്ത്യ ആനി ബെസന്റിന്റെ പത്രമാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചോളുക. അടുത്തത്, നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്താണ്? ഓപ്ഷൻ ബി ആണ് ചൗരി ചൗരാ സംഭവമാണ് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ആരാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ ഡി ആണ് ബഹദൂർ ഷാ രണ്ടാമനാണ് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി. 24 ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻ എ ആണ് ബാലഗംഗാധര തിലകനാണ് ജനങ്ങൾ ആദരവോടെ ലോകമാന്യ എന്ന് വിളിച്ചത്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് മുദ്രാവാക്യം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബാലഗംഗാധര തിലകന്റെ പത്രങ്ങൾ ഏതൊക്കെയാണ്? കേസരിയും മറാത്തയും. ഓർത്തു വെച്ചോളുക, കേസരിയും മറാത്തയും ബാലഗംഗാധര തിലകന്റെ പത്രങ്ങളാണ്. പിന്നെ ബാലഗംഗാധര തിലക് കോൺഗ്രസിലെ ഏതിലായിരുന്നു? തീവ്രവാദി വിഭാഗത്തിലായിരുന്നു അല്ലെ. ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാലിനൊപ്പം ചേർന്ന് തീവ്രവാദി വിഭാഗത്തിലെ നേതാവായിരുന്നു ബാലഗംഗാധര തിലക്. അടുത്തത്, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് അബനീന്ദ്ര ടാഗോർ ആണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ. ഈ ഒരു ചോദ്യം നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. 26 ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം എന്താണ്? ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടിയിട്ട് 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം എന്താണ്? ഓപ്ഷൻ എ ആണ് നീതി ആയോഗ് അല്ലെ. നീതി ആയോഗാണ് 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ പേര്. നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരായിരിക്കും? എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും നീതി ആയോഗിന്റെ അധ്യക്ഷൻ. ഇനി ആസൂത്രണ കമ്മീഷൻ ഒരു കേന്ദ്രീകൃത സ്ഥാപനമായിരുന്നെങ്കിൽ നീതി ആയോഗ് സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തോടെ സഹകരണ ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കുന്നു. അതൊരു ഉപദേശക സമിതിയാണ്. നീതി ആയോഗ് എന്ന് പറയുന്നത് ഒരു ഉപദേശ സമിതിയാണ്, അല്ലെങ്കിൽ തിങ്ക് ടാങ്ക് എന്ന് പറയും. ഉപദേശങ്ങൾ നൽകുന്ന ഒരു തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ്. അത് നമ്മൾ വേറൊരു നീതി ആയോഗമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റിലകത്ത് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാരാണ്? ഈ ചോദ്യവും നമ്മൾ വേറെ പല ചോദ്യപേപ്പറിൽ കണ്ടതാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ദാദാഭായ് നവറോജിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്. 28 ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ ആണ് രാജാറാം മോഹൻ റായ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. 29 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണോ? സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ അധ്യക്ഷൻ ആരെന്നാണ് ചോദ്യം. ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഫസൽ അലി കമ്മീഷൻ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ അധ്യക്ഷൻ. വർഷം ഏതാണ്? 1953 സംസ്ഥാന പുനഃസംഘടന കമ്മീഷനെ നിയമിക്കുന്നത്. പിന്നെ ആരൊക്കെയായിരുന്നു അംഗങ്ങൾ? HN കുൻസ്രുവും KN പണിക്കരുമാണ് സംസ്ഥാന പുനഃസംഘടന കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ.
30 ആരാധന സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം. ആരാധന സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായിട്ട് തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ് വർഷം? ഓപ്ഷൻ സി ആണ് 1936. 1936 ക്ഷേത്രപ്രവേശന വിളംബരം, അങ്ങനെ തന്നെ പഠിക്കണം. 1936 ക്ഷേത്രപ്രവേശന വിളംബരം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്താണ് നമ്മളുടെ മനസ്സിലോട്ട് വരുന്നത്? 1936 നവംബർ 12 തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. പിന്നെ ഗാന്ധിജി ഈ വിളംബരത്തെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്. ഇനി ഓപ്ഷൻസിൽ തന്നിരിക്കുന്നതിൽ 1924 എന്തായിരുന്നു? 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച സമയമാണ്. പിന്നെ 1931 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച സമയമാണ്. 1921 മലബാർ കലാപം നടന്ന വർഷമാണ്. അതും ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്ത ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്ത ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്താണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിലാണ് പെടുന്നത്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഈ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിലാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പെടുന്നത്. ആർട്ടിക്കിൾ 21A ആണ് അല്ലേ. 32 അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ശ്രീലങ്കയാണ്. 33 ഇന്ത്യൻ പ്രസിഡന്റായ ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ഇന്ത്യൻ പ്രസിഡന്റായ ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്, ബസപ്പ ദാനപ്പ ജട്ടി. ബസപ്പ ദാനപ്പ ജട്ടിയാണ് ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദവി ഏറ്റെടുത്തത്. അടുത്തത്, അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം. അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ആർട്ടിക്കിൾ 51(4). ആർട്ടിക്കിൾ 51(4) അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം. 35 രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോക്സഭയുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ. രാജ്യസഭയുടെ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, ലോക്സഭയുടെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ ഇവർക്കുള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആർട്ടിക്കിൾ 97. ആർട്ടിക്കിൾ 97. 36 തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റായതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിലേതാണ് തെറ്റായിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഒന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെ പറ്റി സംസ്ഥാന നിയമസഭയിൽ ചർച്ചയാകാമെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ആർട്ടിക്കിൾ 211 പ്രകാരം സുപ്രീം കോടതിയിലെയോ ഹൈക്കോടതിയിലെയോ ഒരു ജഡ്ജിയുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെക്കുറിച്ച് സംസ്ഥാന നിയമസഭയിൽ ചർച്ച ചെയ്യാൻ പാടില്ല. 37 വിവരാവകാശ കമ്മീഷൻ ഘടന. വിവരാവകാശ കമ്മീഷന്റെ ഘടന ഏതാണ് ഇതിൽ? ഉത്തരം ഓപ്ഷൻ സി ആണ്, മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. ഇതാണ് ഒരു വിവരാവകാശ കമ്മീഷന്റെ ഘടന വരുന്നത്. എന്താണ്? മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. 38 നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ്? നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, വി ഹരിനായരാണ് നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ. 39 ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത്. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ആണ്, NH66 മുംബൈ ഗോവ. NH66 മുംബൈ ഗോവയിലാണ് ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം ചെയ്തത്. 40 സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം.
സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിനെ ഏറ്റെടുത്ത് പൊതു നന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആർട്ടിക്കിൾ 39B. ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. റയർ ഫാക്റ്റ് ആണ്, ചിലപ്പോൾ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ പോലെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 39B ആണ്. 39B ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. ഇതിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാക്കി ചോദ്യങ്ങൾ നമ്മൾ നാളെ പഠിക്കും. നാളത്തോടുകൂടി നമ്മുടെ 30 ദിവസത്തെ PYQ ചലഞ്ച് അവസാനിക്കുകയാണ്. അപ്പോൾ നാളെ എക്സാം എഴുതാൻ പോകുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ്. നന്നായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്